ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। ओम की इस मधुर ध्वनि से किया परिवर्तन। प्रेम शांति सिखा के बदला सभी का जीवन। आदि देव प्रजापिता श्री, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। सोहनी सूरत मोहनी मूरत, ज्ञान के मोती। भव्य मुख पर चंद्रमासी, चमकती ज्योति। दिव्य दर्शन दिव्य वाणी, बोलते ध्वनियों। मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। विश्व में थी पाप की जब घटा छाई, तब विभूति आप जैसी धरती पे आई। एक तार में बंध के सारे, बोलते ध्वनियों। मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम ഇന്ന് 4/8/2026 മുരളിയാണ്. മുരളിയുടെ സാരം: മധുരസന്താനങ്ങളെ, ബാബയുടെ റൈറ്റ് ഹാൻഡ് ആകുന്നതിനായി
ബാബയുടെ റൈറ്റ് ഹാൻഡ്, വലത്തേ കരം ആകുന്നതിനായി എല്ലാ കാര്യത്തിലും എല്ലാ വിഷയത്തിലും റൈറ്റിയേഴ്സ് ആകും. റൈറ്റിയെന്ന് വെച്ചാൽ ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നവർ, ശരിയായ കർമ്മം ചെയ്യുന്നവർ. എല്ലാ കാര്യത്തിലും റൈറ്റിയേഴ്സ് ആകൂ. സദാ ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കൂ. എല്ലാ കാര്യത്തിലും റൈറ്റിയേഴ്സ് ആകൂ, സദാ ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കൂ. ഇന്നത്തെ മുറിയിലെ ചോദ്യമാണ്, സേവയിൽ വളരെയധികം വിഘ്നം ഉണ്ടാക്കുന്ന സംസ്കാരം ഏതാണ്? സേവനത്തിൽ ഏറ്റവും അധികം വിഘ്നം ഉണ്ടാക്കുന്ന സംസ്കാരം ഏതാണ്? ഏതാണ്? ഉത്തരം സ്വഭാവം കാരണം. അല്ല, ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ മാതിരിയാണല്ലോ. സ്വഭാവം കാരണം പരസ്പരം രണ്ടഭിപ്രായമുള്ളവരാകുക എന്നത് സേവനത്തിൽ വളരെയധികം വിഘ്നം ഉണ്ടാക്കുന്നു. പരസ്പരം ഭിന്നഭിപ്രായമുണ്ടാകുക എന്നത് സേവനത്തിന് വളരെ വലിയ വിഘ്നം ഉണ്ടാക്കുന്നു. ഭിന്നഭിപ്രായം ഉണ്ടെങ്കിലും പരസ്പരം ചർച്ച ചെയ്താൽ ഓക്കെ. തർക്കവും വാദവും വഴക്കും ഏറ്റുമുട്ടലും ആകാൻ പാടില്ല. ചർച്ചാൻ ചേർത്ത് എന്താ ശരി ഏതാണെന്ന് മനസ്സിലാക്കാൻ രണ്ടുപേരും ശ്രമിക്കുകയാണ്. തർക്കിക്കാൻ ചേർത്ത് എന്താ, ഞാനാണ് പറയുന്നതാണ് ശരി, എൻ്റെ അഭിപ്രായമാണ് ശരി, ഞാനാണ് ശരി എന്ന് പറയുന്നതാണ് തർക്കം. അത് നെഗറ്റീവാണ്. ബാക്കി ശരി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരസ്പരം ആശയവിനിമയം ചെയ്യുന്നത് ചർച്ചയാണ്. അത് ശരിയാണ്. അതുകൊണ്ട് ബാബ എന്താ പറയണത്, ഭിന്നഭിപ്രായങ്ങളിൽ ഏറ്റുമുട്ടുക ഇത് സേവയ്ക്ക് വളരെ വലിയ വിഘ്നമായി മാറുന്നു. രണ്ടഭിപ്രായം വലിയ നഷ്ടമുണ്ടാക്കി വയ്ക്കുന്നു. രണ്ടഭിപ്രായങ്ങൾ അല്ല തമ്മിലുള്ള ഏറ്റുമുട്ടൽ വളരെ വലിയ നഷ്ടം ഉണ്ടാക്കി വയ്ക്കുന്നു. ദേഷ്യമാകുന്ന ഭൂതം ഈശ്വരനോട് തന്നെ ശത്രുത ഉണ്ടാകാൻ ആലോചിക്കില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ആരോടെ ദേഷ്യപ്പെടുന്നത്, ആരോടെ പിണങ്ങിയത്, അതൊരു ക്ലാസ്സിന് വരില്ല എന്ന് വെച്ചാൽ അർത്ഥം എന്താ, ഭഗവാനോടാണ് പിണങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഭഗവാന്റെ മഹാവാക്യം കേൾക്കാൻ വരാത്തത്. സോ ഈശ്വരനെയാണ് ഞാൻ നേരിടാൻ നിൽക്കുന്നത് ദേഷ്യം വന്നിട്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല. ദേഷ്യമാകുന്ന ഭൂതം ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭഗവാനോട് തന്നെ ഏറ്റുമുട്ടാൻ ആലോചിക്കില്ല. ഭഗവാനോട് പോലും ഏറ്റുമുട്ടാൻ ആലോചിക്കില്ല. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ഹേ എൻ്റെ മധുരമായ ഓമനകളെ, അപ്രകാരമുള്ള എന്തെങ്കിലും സംസ്കാരം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഹേ എൻ്റെ മധുരമായ ഓമനകളെ, അപ്രകാരമുള്ള എന്തെങ്കിലും സംസ്കാരം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അവയെ ത്യജിക്കൂ. ഇന്നലത്തെ മുരളിയിലും ബാബ പറഞ്ഞു മുള്ളുകളെയൊക്കെ ത്യജിക്കണം. ഇന്നലത്തെ മുരളിയിലെ ധാരണയുടെ ഒരു പോയിൻ്റ് അതായിരുന്നു അല്ലേ. ഇന്നും ബാബ തന്നെ പറയുന്നത്, അവയെ ത്യജിക്കൂ. ഇന്നത്തെ ഗീതം, എൻ്റെ ഭാഗ്യം ഉണർന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലേ. 10 രൂപ മുതൽ മുടക്കിയിട്ട് കോടികൾ സമ്പാദിക്കുന്നത് പോലെ ഈ ഭാഗ്യം വെച്ചിട്ട് നമുക്കിനി പദമാപദം ഭാഗ്യശാലിയാവണം. എൻ്റെ ഭാഗ്യം ഉണർന്നത് കൊണ്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ചില ആൾക്കാർക്ക് ലോട്ടറി ടിക്കറ്റ് കിട്ടിയാലേ, കോടികളുടെ ലോട്ടറി കിട്ടി, എന്നിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പാപ്പരാകും. അങ്ങനെ ആകാൻ പാടില്ല അല്ല. അതിനെ ആ കാശ് കൊണ്ട് പിന്നെ അവിടുന്ന് അടി വെച്ച് മുന്നോട്ട് പോകത്തക്ക അളവിന് അതിനെ പ്ലാൻ ചെയ്ത് ആലോചിച്ച് ചിന്തിച്ച് ഉപയോഗിച്ചിട്ട് വർദ്ധിപ്പിക്കണം. അവരല്ലേ ബുദ്ധിശാലി. ബാക്കി ഭാഗ്യമുണ്ടായി ഇവിടെ എത്തി, എന്നിട്ട് ആ ഭാഗ്യത്തിനെ ദുർഭാഗ്യമാക്കി മാറ്റാൻ പാടില്ല. പദമാപദം ഭാഗ്യശാലിയാവണം. ഓം ശാന്തി. മധുരമധുരമായ ഓമനകൾ പാട്ട് കേട്ടോ. ആത്മീയ കുട്ടികൾ അഥവാ ശിവബാബ സുപ്രീം ആത്മാവാണ്. അനേക ആത്മാക്കൾ, ശിവബാബയുടെ ഈ ഗീതം അനേക ആത്മാക്കൾ കർമ്മേന്ദ്രങ്ങളിൽ കൂടെ പാട്ട് കേട്ടല്ലോ അല്ലേ. കുട്ടികളെ, നിങ്ങളിപ്പം ആത്മാഭിമാനിയാകണം.
അതിന് നല്ല ശ്രദ്ധ വേണം, അഭ്യാസം വേണം. ബ്രഹ്മബാബ എത്ര എഴുതി 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 അഭ്യസിച്ചു, വെറുതെയാണോ? നല്ല അഭ്യാസം വേണം. ഇടയ്ക്കിടയ്ക്ക് തന്നെ ആത്മാന്ന് മനസ്സിലാക്കിയിട്ട് ബാബയെ ഓർമ്മിക്കുന്നത് അഭ്യസിക്കണം. ഇത് ഗുപ്തമായിട്ടുള്ള പരിശ്രമമാണ്. ബാബയും ഗുപ്തമാണ്, ബാബ നമുക്ക് തന്നിരിക്കുന്ന ഈ പരിശ്രമവും ഗുപ്തമാണ്. സ്വയം ബാബ ഇവിടെ വന്നിട്ട് പറയണം, മക്കളെ എന്നെ ഓർമ്മിക്കും. അപ്പോൾ കഴിഞ്ഞ കൽപ്പത്തിൽ അഥവാ സത്യയുഗത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങളുണ്ടായിരുന്നത് പോലെ വീണ്ടും ഇപ്പം സദോപ്രധാനമാകാൻ പറ്റും. കുട്ടികൾക്ക് മനസ്സിലായി, ശരിയാണ്, ഞങ്ങൾ തന്നെയായിരുന്നു സദോപ്രധാനമായിരുന്നത്. ഇപ്പം വീണ്ടും ആ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് സദോപ്രധാനമാകേണ്ടത്. പാട്ടിലൂടെയും മനസ്സിലാക്കി തരാണ്, ഭാഗ്യമുണർന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത് എന്ന്. എല്ലാവരുടെയും ഭാഗ്യം ഉണർത്തുന്നത് അല്ലേ, ഭഗവാൻ എന്ന വാക്കുന്ന ഭാഗ്യം എന്നുള്ള വാക്കുണ്ടാക്കിയിട്ടുള്ളത് സർവശക്തിമാനായിട്ടുള്ള അച്ഛനാണ്. എന്താ വെച്ചാൽ അച്ഛൻ എല്ലാവരെയും പാവനമാക്കുകയാണ് അല്ലേ. വെറുതെ ഭാഗ്യം ഉണ്ടാവില്ലല്ലോ, സൽക്കർമ്മം ചെയ്താലേ ഭാഗ്യം ഉണ്ടാവുള്ളൂ. സൽക്കർമ്മം ചെയ്യണമെങ്കിൽ ആത്മപാവനമാകണം. ബാബ എല്ലാ ആത്മാക്കളെയും പാവനമാക്കുകയാണ്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്, ഹേ എൻ്റെ ആത്മീയ സന്താനങ്ങളെ, നിങ്ങളിപ്പോൾ ഭാഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സ്റ്റുഡൻസ് സ്കൂളിലേക്ക് പോകുന്നത് എന്തിനാണ് അല്ല, നന്നായിട്ട് പഠിച്ച് നല്ല ജോലി സമ്പാദിക്കണം. അപ്പോൾ ഭാഗ്യം എല്ലാ വീടും കാറും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. നല്ല ജോലിയോ നല്ല ബിസിനസ്സിൽ വരുമാനമൊക്കെ ഉണ്ടായാൽ എല്ലാ ഭാഗ്യവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കർമ്മത്തിൽ കൂടെ ഉണ്ടാക്കുന്നില്ല, വെറുതെ ഭാഗ്യം ആകാശത്ത് നേരെ നമ്മുടെ ഉള്ളം കയ്യിലേക്ക് വന്ന് വീഴുമോ? വല്ല പോസ്റ്റ്മാനും പാർസലായിട്ട് കൊണ്ടുവന്ന് തരുമോ? ശ്രേഷ്ഠ കർമ്മം ചെയ്യണം. അതിനെന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ സ്കൂളിൽ പോണതും അതിന് വേണ്ടിയിട്ടാണ്. അവർ കൊച്ചുകുട്ടികൾ, അവർക്ക് ഇത്രയ്ക്കൊന്നും ആഴമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല, കുട്ടികളല്ലേ. പക്ഷെ നിങ്ങൾ കൊച്ചുകുട്ടികളൊന്നുമല്ല, നിങ്ങൾക്ക് പ്രായവും പക്വതയും ഒക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ ഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് വാർദ്ധക്യാവസ്ഥയിലെത്തിയവരും ഉണ്ട്. എന്നാലും വാർദ്ധക്യാവസ്ഥയിലും പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടല്ലേ. ഇപ്പോഴൊക്കെ സാക്ഷരത അഭിയാന സമയത്ത് എത്ര പ്രായമുള്ളവരൊക്കെ വന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ യൗവനാവസ്ഥയിലാണ് ബുദ്ധി ഏറ്റവും നല്ലത്. കൗമാരാവസ്ഥയിൽ എന്ന് വെച്ചാൽ ബ്രഹ്മചര്യം ഉണ്ടല്ലോ, പഠിക്കാൻ ഏറ്റവും നല്ലത് അപ്പോഴാണ്. ഇതെല്ലാവർക്കും സഹജമാണ്. ആർക്ക് വേണമെങ്കിലും ഇത് പഠിക്കാം, എല്ലാവർക്കും സഹജമാണിത്. നിങ്ങളുടെ ദേഹം കുറച്ച് വലുതാണല്ലോ, കുട്ടിയല്ലല്ലോ. അവരൊക്കെ ബേബിയാണ്. അതുകൊണ്ട് അവർക്ക് ഇത്ര നന്നായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ലോകാനുഭവം കുറവാണ്, പ്രായവും പക്വതയൊക്കെ കുറവാണ്. സ്തുതി, നിന്ദന, സുഖം, ദുഃഖം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ആത്മാബിന്ദുവാണ്. പക്ഷെ ദേഹം വലുതായിക്കൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മാ എപ്പോഴും ഒരേപോലെ തന്നെയാണ്, ചെറുതും വലുതും ആവുന്നില്ല. ഉസ് ആത്മാ की बुद्धि के लिए बाप कस्तूरी ऐसी जैसे സുഗം ദേ രഹേ ഹേ. അങ്ങനെ ആത്മാവിന് അഥവാ ബുദ്ധിക്ക് ബാബ കസ്തൂരി പോലത്തെ സുഗന്ധം തരാണ്. നിങ്ങളിപ്പം പൂർണ്ണമായിട്ടും തമോ പ്രധാനമായി തീർന്നിരിക്കുകയായിരുന്നു. ഇപ്പം ബാബ സ്വച്ഛമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രം നമുക്ക് 7 ഡേ കോഴ്സിൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ചിത്രങ്ങളിൽ കൂടിയൊക്കെ മനസ്സിലാക്കി തരികയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ്. ഭക്തി മാർഗത്തിൽ ദേവതകളുടെ മുന്നിൽ പോയിട്ട് ആൾക്കാർ നതമസ്തകരാകാറുണ്ട്, സാഷ്ടാംഗ പ്രണാമം ചെയ്യാറുണ്ട്, പൂജ ചെയ്യാറുണ്ട്. നിങ്ങളും പണ്ട് അന്ധവിശ്വാസമുള്ളവരായിരുന്നു, പോകുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇവരെ പൂജിക്കണം? നമ്മളെപ്പോലെ കാണാൻ 2 കണ്ണും കൈയും കാലും മൂക്കും നമ്മളെപ്പോലെ തന്നെ അവരും ഉള്ളത്. പിന്നെ എന്തുകൊണ്ട് ഞാൻ പൂജിക്കുന്നു, അവരെന്താ പൂജയ്ക്ക് യോഗ്യരായിരിക്കുന്നു, കാരണം എന്താ എന്നൊന്നും അറിയില്ലായിരുന്നു. ശിവക്ഷേത്രത്തിലും പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയില്ലായിരുന്നു ശിവബാബ ആത്മാവിൻ്റെ അച്ഛനാണ് എന്ന്. ബാബയിൽ തീർച്ചയായിട്ടും ആസ്തി കിട്ടുന്നുണ്ട്. അവിടെ പോയിട്ട് ബാബയുടെ മഹിമ പാടുന്നുണ്ടായിരുന്നു. ആസ്തി നിന്നുകൊണ്ടാണ് മഹിമ പാടുന്നത് എന്നൊന്നും അറിയില്ലായിരുന്നു. എന്തെങ്കിലും ചെയ്തവരല്ലേ എല്ലാവരും സ്തുതിക്കുക, പ്രശംസിക്കുക. അവർ സ്റ്റാമ്പൊക്കെ ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ ശിവബാബയുടെ സ്റ്റാമ്പ് റിലീസ് ചെയ്യണം, പുറത്തിറക്കണം. ശിവബാബ ഗീതാ സർമണേശ്വറാണ് എന്ന സ്റ്റാമ്പ് നിങ്ങൾ പ്രകാശിപ്പിക്കണം. ആ അച്ഛൻ എല്ലാവർക്കും സുഖം നൽകുന്നു. ആ ബാബ പറയാണ്, ഞാൻ നിങ്ങളെ സുഖധാമത്തിൻ്റെ ചക്രവർത്തികളാക്കുകയാണ്. പ്രായമുള്ള വൃദ്ധകളായിട്ടുള്ള അമ്മമാർക്ക് പോലും ഇത് മനസ്സിലാകുമ്പം ശിവബാബ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ദേഹമാകുന്ന ചിത്രമില്ലാത്ത വിചിത്രമായിട്ടുള്ള അച്ഛൻ ഈ ബ്രഹ്മബാബയുടെ ചിത്രം അഥവാ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നിരാകാരിയെ വിചിത്രം എന്നാണ് പറയാറ്. ഇപ്പോൾ ബുദ്ധിയിലുണ്ട്,
ഞാൻ ശിവബാബടത്തേക്കാണ് പോണത് എന്ന്. ആ അച്ഛൻ, വിചിത്രമായിട്ടുള്ള അച്ഛൻ, ടെമ്പററി ചിത്രം ധാരണ ചെയ്തിരിക്കുകയാണ്. പതിതരെ പാവനമാക്കി മുക്തി, ജീവൻ മുക്തി നൽകുകയാണ്. അഥവാ ശാന്തിധാം, സുഖധാമത്തിൻ്റെ നിവാസികളാക്കി മാറ്റുകയാണ്. ആൾക്കാർ ശാന്തിക്ക് വേണ്ടി എന്തൊക്കെ പരിശ്രമങ്ങളാണ് നടത്തുന്നത്. ഭഗവാനെ കിട്ടിയ ശാന്തി കിട്ടും എന്നാണ് വിശ്വാസം. സുഖത്തിന് വേണ്ടിയല്ല പുരുഷാർത്ഥം ചെയ്യുന്നത്, അല്ലേ? സന്യാസിമാർ ഇത്രയും തപസ്സൊക്കെ ചെയ്യുന്നത് എന്തിനാ? മുക്തിക്ക് വേണ്ടിയിട്ടാണ്, സുഖത്തിന് വേണ്ടിയിട്ടല്ല. ലക്ഷ്യം ആത്മാവ് ശാന്തി അനുഭവിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ബസ് ബാപ് കെ പാസ് ഗർ ജായ്, അല്ലേ? വീട്ടിലേക്ക് പോകണം, ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകണം. അതിനാ ഭക്തിയൊക്കെ ചെയ്യണത്. ഭഗവാനെ കിട്ടണം. വർത്തമാന സമയത്ത് അധികം ആൾക്കാർക്ക് മുക്തിയാണ് വേണ്ടത്. മുക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിന് ആർക്കും ആഗ്രഹമില്ല. അവർ ഈ സുഖങ്ങളൊക്കെ അവിടെയും പിന്നെ അവസാനം ഇതൊക്കെ ക്ഷയിക്കുമല്ലോ എന്ന് പറയും. ഭാഗ്യം ക്ഷയിക്കുമല്ലോ, പിന്നെ സാധാരണ അവസ്ഥയിലേക്ക് വരുമല്ലോ. ഞങ്ങൾക്ക് എപ്പോഴും അങ്ങ് ശാന്തിയായിട്ടിരുന്നാൽ മതി എന്നവർ പറയണം. പരന്താമത്തിൽ ഇങ്ങോട്ട് വരേ വേണ്ട. ജീവൻ മുക്തി ആഗ്രഹിക്കുന്നത് ബ്രാഹ്മണരായ നിങ്ങൾ മാത്രമാണ്. ബാക്കി എല്ലാവരും മുക്തിയാണ് ആഗ്രഹിക്കുന്നത്. ജീവൻ മുക്തിക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനും ആരും തന്നെയില്ല. ആൾക്കാർ സന്യാസിമാരടുത്ത് പോകുന്നതും ശാന്തി യാചിച്ചുകൊണ്ടാണ്. മനസ്സിന് എങ്ങനെ ശാന്തി കിട്ടും എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതിനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നവർ മുക്തിമേ ജാനേ വാലെ, അവരും മുക്തിയിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നവരും മുക്തിയിലേക്ക് പോണവരാണ്. മോക്ഷം എന്താണ് അതുപോലെ അവരുടെ ബുദ്ധിയിലില്ല, അവർ മനസ്സിലാക്കിയിട്ടില്ല. ഈ ജീവിതത്തിൽ നിന്ന് അവർ മടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മുക്തിയിലേക്ക് പോയാൽ മതി എന്നാഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ മുക്തിധാമം ആത്മാക്കൾ വസിക്കുന്ന സ്ഥലമാണ്. ഇത്ര സെൻറ്റേഴ്സ് ഉണ്ട്, ഇത്രയും കുട്ടികൾ വരുന്നുണ്ട്. എല്ലാവരും പുതിയ ലോകത്തിലെ രാജ്യഭാഗ്യം നേടാൻ വേണ്ടിയിട്ടാണ് വരണത്. ബാബ എനിക്ക് പുതിയ ലോകത്തിലെ രാജ്യപദവിയാണ് സമ്മാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എവിടെ അത് കിട്ടുക? തീർച്ചയായിട്ടും പുതിയ ലോകത്തിലാണ് അത് കിട്ടുക. പഴയ ലോകത്തിൽ തന്നിട്ട് വല്ല കാര്യമുണ്ട്? നശിക്കാൻ പോണതല്ലേ ഇതെല്ലാം. ബാബ തന്നും നശിച്ചു പോകില്ല പിന്നെ. അതുകൊണ്ട് പഴയ ലോകത്തിലല്ല തരുന്നത്. ബാബ പറയുന്ന മക്കളെ, ഞാൻ സംഗമയുഗത്തിലാണ് വരുന്നത്. ഞാൻ സത്യയുഗത്തിലും വരുന്നില്ല, കലിയുഗത്തിലും വരുന്നില്ല. രണ്ടിൻ്റെ ഇടയിലാണ് ഞാൻ വരുന്നത്. ബാബ എല്ലാവർക്കും സദ്ഗതിയല്ലേ തരാം. അച്ഛൻ ഏതെങ്കിലും അച്ഛൻ മക്കൾക്ക് ദുഃഖം കൊടുക്കും? പിന്നെ പരമാത്മ അല്ലേ എല്ലാവർക്കും സുഖമല്ലേ തരിക, സദ്ഗതിയല്ലേ തരിക. അല്ലാണ്ട് ദുർഗതിയിലേക്ക് ഇട്ടിട്ടാണോ ഭഗവാൻ പോകുക? സദ്ഗതി ദുർഗതിയും രണ്ടും ഒപ്പം ഉണ്ടാവില്ല ഒരിക്കലും. സദ്ഗതിയുടെ കാലം സത്യത്രേതയുഗത്തിൽ അവിടെ ആർക്കും ഒരു ദുർഗതിയില്ല. ദുർഗതി എന്ന് വെച്ചാൽ ദുഃഖമില്ല. അതേപോലെ ദുർഗതിയുടെ സമയത്ത് സദാസുഖം, എല്ലാ സുഖങ്ങളും. ആൾക്കാർ തന്നെ പറയണ്ട, ദൈവം എല്ലാ സുഖവും എല്ലാവർക്കും ഒരുപോലെ എപ്പോഴും തരില്ല എന്ന്. ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് എന്ന്. അതുകൊണ്ട് അവിടെ സദാസുഖമാണ്, ഇവിടെ സദാ ദുഃഖം തന്നെയാണ്. ഈ പഴയ ലോകം തീർച്ചയായിട്ടും നശിക്കും. അതുകൊണ്ട് മക്കളെ, ഇതിനോട് നിങ്ങൾക്ക് മോഹം ഉണ്ടാവരുത്. ബുദ്ധിയും പറയാറുണ്ട്, ശരിയാണ്, ഇത് സംഗമയുഗമാണ് എന്ന്. ഈ ലോകം മാറാൻ പോകുകയാണ്. ഇപ്പം ബാബ അവതരിച്ചിരിക്കുകയാണ്. ബാബയുടെ മക്കളെ, ഓരോ കൽപ്പത്തിൽ കൽപ്പങ്ങൾ സംഗമിക്കുന്ന, ഈ കൽപ്പം അടുത്ത കൽപ്പം കൂടെ സംഗമിക്കുന്ന വേളയിലാണ് ഞാൻ വരുന്നത്. നിങ്ങളെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് ഹരിയുടെ കവാടത്തിലേക്ക് കൊണ്ടുപോകണം. ഹരിദ്വാർ. ഹരി കൃഷ്ണനാണ്. കൃഷ്ണൻ്റെ കവാടം ഏതാ? സത്യുഗം അല്ലേ? അവിടേക്ക് കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ ജ്ഞാനത്തിൻ്റെ വിഷയമാണ്. ഹരിദ്വാർ അഥവാ കൃഷ്ണനിലേക്കുള്ള കവാടം, കൃഷ്ണപുരി എന്നൊക്കെ സത്യുഗത്തെ പറയാം. ശരി, അവിടെ ലക്ഷ്മണ ജൂല ഉണ്ട്. രാം ജൂല, ലക്ഷ്മണ ജൂല എന്നിട്ട് നദിക്ക് എതിരെ വലിയ വീതിയാണല്ലോ അവിടെ. നദിക്ക് നല്ല വീതിയാണ്. അവിടെ തൂക്കുപാലമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഹരിദ്വാർ പോകണം. സത്യുഗമാണ് ഹരിദ്വാർ. പിന്നെ രാമൻ ലക്ഷ്മണൻ അതൊക്കെ ദ്വാപരയുഗത്തിലാണ് അല്ലേ? അല്ല, ത്രേതായുഗത്തിലാണ് രാമൻ. രാമലക്ഷ്മണൻ്റെ കഥ എഴുതുന്നത് ദ്വാപരയുഗത്തിലാണ്. അല്ലാണ്ട് ഈ കഥയിൽ കാണിച്ച പോലത്തെ കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അതൊക്കെ അവരുടെ മനോധർമ്മം പോലെ രചിച്ചിരിക്കുന്ന കാവ്യങ്ങളാണ്. രാമന് ആരാ സഹോദരൻ കൊടുത്തത്? അവിടെ ആകപ്പാടെ നിയമമാണ്. ഒരു മകനും ഒരു മകളുമാണ് അച്ഛനമ്മയ്ക്ക് ഉണ്ടാവുക.
സഹോദരൻ ഉണ്ടാവില്ല. 4 സഹോദരന്മാരൊന്നും അവിടെ ഇല്ല. 4-8 സഹോദരങ്ങളൊക്കെ ഇവിടെയുള്ളത്. ഒരു ഭാഗത്ത് നമ്മളെല്ലാവരും ഈശ്വര സന്താനങ്ങളാണ്, മറുഭാഗത്ത് ഇവിടെ അതേ സമയത്ത് തന്നെ ഇവിടെ ആസുര സന്താനങ്ങളും ഉണ്ട്. കുട്ടികൾക്കിപ്പോൾ മനസ്സിലായി, ശിവബാബ ബ്രഹ്മബാബയുടെ ദേഹത്തിൽ അവതരിച്ചിരിക്കുകയാണ്. ശിവനാണ് അച്ഛൻ, ബ്രഹ്മാവ് അപ്പൂപ്പനാണ്, ജ്യേഷ്ഠനുമാണ്, പ്രജാപിത ആണ്. എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ അനാദിയാണ്. ഇപ്പം ബ്രാഹ്മണരെ രചിക്കുകയാണ്. ശിവബാബ ശാലിഗ്രാമിനല്ല രചിക്കുന്നത്, അല്ലേ? ആത്മാക്കളാണ് ആത്മാക്കളെ രചിക്കേണ്ടല്ലോ. ആത്മ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരാത്മാനെ പോലും ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. അതുകൊണ്ട് ശിവബാബ ആത്മാക്കളല്ല രചിക്കുന്നത്. ശാലിഗ്രാം അവിനാശിയാണ്, അല്ലെങ്കിൽ ആത്മ അവിനാശിയാണ്. ഇവിടെ വന്നിട്ട് പവിത്രമാക്കുകയാണ്. അപവിത്രമായി അതിനെ പവിത്രമാക്കുകയാണ്. ഓരോ ആത്മാവിനെ ഇരുത്തി പവിത്രമാക്കിക്കൊണ്ടിരിക്കുകയല്ല. എല്ലാ ആത്മാക്കൾക്കും ഒരുമിച്ച് ബാബ ജ്ഞാനം തരാണ്. ആത്മാ പവിത്രമാകുമ്പോൾ ദേഹവും ഓട്ടോമാറ്റിക്കായിട്ട് പവിത്രമായിട്ടുള്ള ശരീരം കിട്ടും. ആത്മാ പവിത്രമായിരുന്നപ്പം ഈ ലോകം തന്നെ സതോ പ്രധാനമായിരുന്നു. ഇപ്പം അപവിത്രത അല്ലെങ്കിൽ തമോ പ്രധാനതയാണ്. അപ്പം എങ്ങനെ വീണ്ടും സതോ പ്രധാനമാകും? ഇതൊക്കെ സഹജമായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. വർത്തമാന സമയത്ത് ആത്മാവിൽ കൂട്ടുലോഹങ്ങൾ കലർന്നു. തനി തങ്കമായിരുന്ന ആത്മാവിൽ കുറേ കൂട്ടുലോഹങ്ങളുടെ മിശ്രണം ഉണ്ടായി. അതിനെ പതിതവും തമോ പ്രധാനവുമായി തീർന്നിരിക്കുകയാണ്. വീണ്ടും ഇപ്പോൾ സതോ പ്രധാനമാകണം. എല്ലാ കർമ്മക്കണക്കുകളും ആരൊക്കെയായിട്ട് എന്തൊക്കെ കണക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം സെറ്റിൽ ചെയ്തിട്ട് ശാന്തിധാമത്തിലേക്ക് പോകണം. പിന്നെ തിരിച്ച് സുഖധാമത്തിലേക്ക് വരണം. ആത്മാക്കൾ നിരാകാരിയായിട്ടുള്ള വീട്ടിലേക്ക് എങ്ങനെയാണ് പോണത് എന്നതിൻ്റെ പ്രതീകവും ക്രിസ്ത്യൻ ധർമ്മത്തിൽ ക്രിസ്മസിൻ്റെ മുമ്പ് അവരൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും. അതിൽ കുറേ ഗ്ലോബും ചന്ദ്രക്കലയും സമ്മാനങ്ങളും നക്ഷത്രങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടാവും. കുട്ടികൾക്കിപ്പോൾ മനസ്സിലായി, അല്ലേ? അതൊരു മരത്തിൻ്റെ ശാഖ ഒടിച്ചുകൊണ്ട് വന്നിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ ധർമ്മവും ഈ സൃഷ്ടിയാകുന്ന കൽപുരുഷത്തിൻ്റെ ശാഖകളാണ്. എങ്ങനെയാണ് ആത്മാക്കൾ സമയം അനുസരിച്ചിട്ട്, അല്ല അവരുടെ ശാഖയുടെ സമയമാകുമ്പോൾ ആ ശാഖയിൽ വരേണ്ട ആത്മാക്കളൊക്കെ ഇറങ്ങി വരും. ആത്മാക്കളൊക്കെ താഴെ ഇറങ്ങി വരുന്നത് ആ ജ്ഞാനം ഇപ്പോൾ കുട്ടികൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ആത്മാക്കളുടെ വീട് ശാന്തിധാമമാണ്. ഇപ്പോൾ സംഗമയുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആത്മാക്കളും ഇവിടെ വന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോക്ക് ആരംഭിക്കും. ആത്മാക്കളുടെ വരവിനെക്കുറിച്ചും തിരിച്ചു പോകുന്നതിനെക്കുറിച്ചുമൊക്കെ ഗീതയിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ പോണില്ല ഇവിടെ. കുട്ടികൾക്കിപ്പോൾ മനസ്സിലായി, നമ്മൾ ബാബയിൽ നിന്ന് ഭാഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സ്വരാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊന്നും ജസ്റ്റ് പറയുകയും പഠിപ്പിക്കുകയും കേൾക്കാനും ഉള്ള വിഷയമല്ല, ധാരണ ചെയ്യാനുള്ള വിഷയങ്ങളാണ്. ഓർമ്മയിലൂടെയാണ് ആസ്തി ലഭിക്കുന്നത്. അവരുടെ മക്കളെ ദേഹസഹിതം, ദേഹത്തിൻ്റെ ബന്ധുക്കൾ, മിത്രങ്ങൾ തുടങ്ങിയ സർവ്വരെയും ഇപ്പോൾ ബുദ്ധിമുഖേന മറക്കും. ചിത്രം പിന്നെ വിചിത്രം, അല്ലെ? ശരീരമാണ് ചിത്രം, ആത്മാവ് വിചിത്രം, രണ്ടെണ്ണമുണ്ട്. ഈ രണ്ട് കണ്ണോട് കാണാൻ പറ്റാത്തതിനെയാണ് വിചിത്രം എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്. ആത്മ എത്ര ചെറുതാണ്. ഇടയ്ക്കിടയ്ക്ക് പാർട്ട് അഭിനയിക്കണം. ഇതൊന്നും ആരുടെയും ബുദ്ധിയിലില്ല. ആദ്യം ഈ കാര്യം ബുദ്ധിയിൽ പതിപ്പിക്കണം. ഏത് കാര്യം പതിപ്പിക്കേണ്ടത്? ഞാൻ ആത്മാവാണ്, ഇതെൻ്റെ അച്ഛനാണ്, അല്ലേ? പരമാത്മാവാണ്. ഇത് ബുദ്ധിയിൽ പതിപ്പിക്കണം. ആ അച്ഛനാണ് പതീത പാവനൻ, ഹേ ഭഗവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? ഇപ്പോൾ അച്ഛനെ കിട്ടിക്കഴിഞ്ഞു, ഇനി അലച്ചിലിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? ഇത്രയും കാലമാണ് അന്വേഷണം, അലച്ചിൽ. അതുകൊണ്ട് ഒരേ ഒരു അച്ഛനെയാണ് ഓർക്കേണ്ടത്. ആരാണോ ഭഗവാൻ ഓർമ്മിക്കുന്നത്, അപ്പം അവർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും കിട്ടുമല്ലോ. മനുഷ്യൻ തന്നെ എത്ര കൊടുക്കാറുണ്ട്. ലൗകിക അച്ഛൻ തന്നെ കുട്ടികൾക്ക് എത്ര സമ്പത്താണ് സമ്പാദിച്ച് സ്വരുക്കൂട്ടി കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഈ അച്ഛൻ എന്തൊക്കെ തരും? അച്ഛനടുത്ത് വേണ്ടത്ര കിട്ടുമ്പം പിന്നെ ഓരോ വീട്ടിൻ്റെ മുറ്റത്തും പോയിട്ട് കയ്യേന്തേണ്ട ആവശ്യമുണ്ടോ? ഭഗവാന് തന്നെ പരന്താമത്തിന് ഇവിടെ വരേണ്ടിയിരിക്കുകയാണ് കുട്ടികൾക്ക് തരാൻ വേണ്ടിയിട്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാത്തത്? നമ്മൾ പതീതമായി
പതിതമായിട്ടുള്ളവർക്ക് അവിടേക്ക് പോകാൻ സാധിക്കില്ല. ഈ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ കുട്ടികൾക്ക് അതിശയം തോന്നുകയാണ്. ഭക്തി മാർഗത്തിൻ്റെ പാർട്ടും എത്ര വണ്ടർഫുള്ളാണ്. ഒരച്ഛനെയാണ് നമ്മളിവിടെ ഓർമ്മിക്കുന്നത്. അവിടെയും തന്നെ പക്ഷേ പല പേരിൽ പല ഫോട്ടോ മുന്നിൽ വെച്ചിട്ട് പല വിഗ്രഹങ്ങളെ കണ്ടിട്ട് ഹേ ഈശ്വരൻ, ഹേ പരംപിത, ഓ ഗോഡ് ഫാദർ, അല്ല ഓരോ മതത്തിൽ ഓരോമാരെ വിളിക്കുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ ഇതിനെങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ട് അലയുന്നത്? ആ അച്ഛൻ മുകളിൽ ഉള്ളത്, പരംധാമത്തിൽ അത്ര മുകളിൽ. ഇതൊക്കെ ഫിക്സ്ഡാണ്. ഭക്തി മാർഗത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഫിക്സ്ഡാണ്. ഡ്രാമ അനുസരിച്ചിട്ട് ഭക്തിയും ചെയ്യണം. ഇന്നലത്തെ മുറിയിലും പറഞ്ഞല്ലോ അല്ലേ, ഭക്തിയിലായിരുന്നെങ്കിൽ കുട്ടികൾക്ക് കളിപ്പാട്ടം കൊടുത്താലും ബിസി ആക്കിയില്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിക്കും അല്ലേ, എന്തെങ്കിലും അപകടത്തിൽ പോയി ചാടും. അവർ ഭക്തിമാർഗം അത്യാവശ്യമാണ്. അതിരുകളേ ഇല്ലാത്ത അറിവാണ്, വിദ്യയാണ് ബാബ പഠിപ്പിക്കുന്നത്. അഭി തും സിർഫ് ബേഹദ് സമജ്ദാർ ബൻതെ ഹോ. ഇപ്പം നിങ്ങൾ മാത്രമാണ് അതിരുകളില്ലാത്ത അറിവുള്ളവരായി തീർന്നിരിക്കുന്നത്. ശ്രീമത് പ്രകാരം ജീവിക്കുന്നവരാണ് പരിധിയില്ലാത്ത അറിവുള്ളവർ എന്ന പ്രശംസയ്ക്ക് അർഹരായിട്ടുള്ളവർ. അവരെ ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല അല്ലേ. രത്നത്തിന് ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റും, അതിൻ്റെ പ്രകാശം പുറത്ത് കാണും, മനസ്സിലാവും അവിടെ രത്നമുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവരെ ഒളിപ്പിച്ചൊന്നും വയ്ക്കാൻ പറ്റില്ല. നന്നായിട്ട് പുരുഷാർത്ഥം ചെയ്യുന്നവരെ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കും, കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് അവർ സദാ ശ്രേഷ്ഠാചാരിയായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യുള്ളൂ. ബാബ പറയണം, മക്കളെ ഞാൻ ദുഃഖങ്ങളെ ഹരിച്ച് സുഖം നൽകുന്നവനാണ്. കുട്ടികൾ അതേപോലെ അത്ര മാധുര്യമുള്ളവരാകണം. ബാബയുടെ റൈറ്റ് ഹാൻഡ് ആകണം. അങ്ങനെയുള്ളവരാണ് ബാബയ്ക്ക് വളരെയധികം പ്രിയം. നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് അല്ലേ? അല്ലേ? ആരൊക്കെ റൈറ്റ് ഹാൻഡ്? കൈപൊക്കെ. കുട്ടികൾക്കിപ്പോൾ മനസ്സിലായി. ലെഫ്റ്റ് ഹാൻഡിലൂടെ, ഇടത്തെ കൈയിലൂടെ ശുഭമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. എന്താണ്, വലത്തെ കൈയാണ് അല്ലെങ്കിലും ഫാസ്റ്റായിട്ട് ചെയ്യുന്നതും അല്ല, എന്നാൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതും വലത്തെ കൈയിൽ കൂടിയാണ്. അതുകൊണ്ട് റൈറ്റ് ഹാൻഡാണ് ശുഭമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പൂജ എപ്പോഴും വലത്തെ കൈകൾ കൊണ്ടാണ് ചെയ്യുന്നത്. ബാബയുടെ മക്കളെ, നിങ്ങളതുകൊണ്ട് എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് ആകാനായിട്ട് ഓരോ കർമ്മവും റൈറ്റിയസായിട്ട് അനുഷ്ഠിക്കൂ. ബാബയെ കിട്ടി എന്ന സന്തോഷം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ബാബയുടെ മക്കളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. എത്ര ഓർമ്മിക്കണം? ബാബയെ മാത്രം. എത്രത്തോളം ഓർക്കണം? ആത്മായി ദേഹം വിട്ട് പിരിയുമ്പം അന്തിമത്തെ സൗഗതേ, ബാബയുടെ ഓർമ്മയിൽ പോകാൻ കഴിയണം. അത്രത്തോളം ബാബ ഓർമ്മിച്ച് ശീലമാക്കണം. അജാമിളൻ്റെ കഥ പറയുന്നില്ലേ, എത്ര ശീലിച്ചത് കൊണ്ടാണ് സമയത്ത് ഓർമ്മ വന്നത്. അതുകൊണ്ട് അത് ശീലമാക്കണം. ഗതി മതി എന്നൊക്കെ പറയാറുണ്ടല്ലോ. മത് ഓർ ഗത്ത് വ ഗതി കർണേക്ക് മത് ഏകി ഹെ. ഗതിയിലേക്കുള്ള വഴി ഒന്ന് മാത്രമാണ്. ശാന്തി കിട്ടാനുള്ള മാർഗം ഇത് മാത്രമാണ്. ഹേ പ്രഭോ, അങ്ങയുടെ ഗതിയും അങ്ങയുടെ വഴിയും തികച്ചും വ്യത്യസ്തമാണ്. അങ്ങയ്ക്ക് മാത്രമേ അറിയുള്ളൂ, ഞങ്ങൾക്കറിയില്ല എന്ന് പറയാറുണ്ട്. പതീത പാവനനും ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ അറിയാം എങ്ങനെയാണ് മനുഷ്യാത്മാക്കളെ ദുർഗതിയിൽ നിന്ന് രക്ഷിച്ച് സദ്ഗതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടത് എന്ന്. ഭക്തിമാർഗത്തിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, എത്ര പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ അതിൽ കൂടി ഒന്നും സദ്ഗതി കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ യാതൊരു ഫലവുമില്ല. സദ്ഗതി നൽകുന്നത് ഒരേ ഒരു ശിവബാബ മാത്രമാണ്. ഭക്തിയിൽ ഭഗവാനെ എത്ര അല്ല കോടിക്കണക്കിന് കാശ് ചിലവാക്കിയിട്ടാണ് ഉത്സവങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളും സത്രങ്ങളും സത്സംഗങ്ങളും എന്തൊക്കെ സംഘടിപ്പിക്കുന്നത്. ഭഗവാനെ പൂജിക്കുന്നുണ്ട്. ആ ഭക്തന്മാർക്കും ഫലം ഞാൻ തന്നെയാണ് നൽകുന്നത്. അതും നാടകത്തിൽ ഫിക്സ്ഡാണ്. തന്നെ ഫലം കിട്ടും അല്ലേ. ഭക്തി എങ്ങനെ ഭക്തി ചെയ്തോ അതിനനുസരിച്ച്. ഭക്തിയിൽ 4 സ്റ്റേജിലുള്ള ഭക്തി ഉണ്ടെന്ന് ഗീത പറയുന്നുണ്ട്. സദോ പ്രധാന ഭക്തിയുണ്ട്, സദോ ഉണ്ട്, രജോ ഉണ്ട്, തമോ ഭക്തിയുണ്ട്. ഭൂതപ്രേതാദികളെ പോലും പൂജിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുട്ടിച്ചാത്താൻ പൂജ സേവ അങ്ങനെയൊക്കെ ചെയ്യണവരുണ്ട്. ആരെങ്ങനെ ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഫലം അവർക്ക് കിട്ടും. തൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ ആധാരത്തിലാണ് ഫലം. ഇപ്പം നിങ്ങളുടെ പരിശ്രമത്തിൽ കൂടെ തന്നെയാണ് പവിത്രമാകേണ്ടല്ലേ. ബാബയാണോ പവിത്രാക്കുക? നമ്മൾ ശ്രമിച്ചാൽ
ഒരു സ്റ്റെപ്പ് വെച്ച് 1000 സ്റ്റെപ്പ് ബാബ വയ്ക്കും. ബാക്കി നമ്മുടെ സൈഡിൽ നിന്നും വേണം. അപ്പോഴേ ബാബയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സ്വന്തം പരിശ്രമത്തിൽ കൂടെ വേണം പവിത്രമാകാൻ. അതുകൊണ്ട് പുരുഷാർത്ഥം ചെയ്തിട്ട് കുട്ടികൾ തന്നെയാണ് പവിത്രമാകേണ്ടത്. ബാബ പറയണം, മധുരമധുരമായ കുട്ടികളെ എന്നെ ഓർമ്മിക്കും. ഞാനാണ് സർവശക്തിമാൻ, ഓൾമൈറ്റി അതോറിറ്റി. എത്ര നന്നായിട്ടാണ് ഞാൻ നിങ്ങളെ എന്നെപ്പോലെ ആക്കുന്നത്. നിങ്ങളിതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ബാബയിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ആസ്തി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രചയിതാവിനെക്കുറിച്ചും രചനയെക്കുറിച്ചുമുള്ള അറിവ് കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. കുട്ടികൾക്കിപ്പോൾ മനസ്സിലായി. പണ്ട് നമുക്കും ഈ അറിവുണ്ടായിരുന്നില്ല. യജ്ഞം, തപം, ദാനം, പുണ്യം ഒക്കെ ശാസ്ത്രങ്ങൾ വായിക്കുക, കേൾപ്പിക്കുക, ഇതൊക്കെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ ഭക്തിയാണ്. എയിം ഓബ്ജക്റ്റ് ഇല്ല. ഇവിടെ നമുക്ക് ബാബയ്ക്ക് സമാനാവണം. ഗുണങ്ങളും ശക്തികളിലും ഞാൻ ബാബ സമാനാകണം എന്നൊരു ലക്ഷ്യമുണ്ട്. അവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ലക്ഷ്യമുണ്ടല്ലോ, ഇന്ന ഡിഗ്രി പാസ്സാവണം, എന്നിട്ട് ഇന്ന പദവി പ്രാപ്തമാക്കണം എന്നൊക്കെ. അതിനനുസരിച്ചുള്ള ജ്ഞാനം അവർ സ്വീകരിക്കും. നമുക്കിപ്പം പതിന്ന് പാവനമാകാനുള്ള ജ്ഞാനം പതിത പാവനായിട്ടുള്ള അച്ഛൻ തന്നുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിയുടെ ആദ്യം അന്ത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം അച്ഛനാണ് തന്നത്. ഈ സൃഷ്ടി എങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ നടന്മാർക്കും ഇവിടെ പാർട്ടുണ്ട് അല്ലേ, ഭഗവാന് തന്നെ പാർട്ടുണ്ട്. പിന്നെ ആർക്കും അങ്ങനെ പാർട്ടിൽ വരാണ്ട് സദാ അങ്ങ് ലയിച്ചിരിക്കാൻ പറ്റുക. ഈ നാടകം അനാദിയാണ്. അല്ല, ആദി എന്നിട്ട് പറഞ്ഞാൽ ഇല്ലേ ഇല്ല. ആദിക്ക് മുമ്പും ഉണ്ടായിരുന്നു, അതിന് മുമ്പും ഉണ്ടായിരുന്നു. അനാദിയാണ്. പരിധിയില്ലാത്ത ഈ ജ്ഞാനം തീർച്ചയായിട്ടും അല്ല, നടനായിട്ട് നാടകത്തിൽ അഭിനയിക്കുക, എന്നിട്ട് നാടകത്തിൻ്റെ ഫുൾ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അയാളുടെ അഭിനയം എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണ്ടേ? ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി, നമ്മൾ കുരാക്കൂരിട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നല്ല വെളിച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളിപ്പം ദേവതകളായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ സാധന ദേവി ദേവതാ ധർമ്മം ഉണ്ടായിരുന്നു ആരംഭത്തിൽ. പിന്നീട് അതുതന്നെയാണ് ഹിന്ദുധർമ്മം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. സാവകാശം ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കും. കുട്ടികളും എഴുന്നേറ്റ് നിൽക്കണം അല്ലേ, നല്ല പവിത്രമായിട്ട് ജ്ഞാനത്തെ ധാരണ ചെയ്തിട്ട് കുട്ടികൾക്ക് ആ ധാരണയുടെ അതോറിറ്റി ഉണ്ടാവണം, സത്യത്തിന് അതോറിറ്റി ഉണ്ടാവണം. അപ്പോഴേ ആൾക്കാർ അംഗീകരിക്കുള്ളൂ. ഇവിടെ നിരവധി കുട്ടികൾ വേണം. ഇത്ര വലിയ ലോകം, ഇത്രയും 800 കോടി മനുഷ്യരുണ്ട്. അപ്പോൾ അവരുടെ സേവ ചെയ്യാൻ കുട്ടികളും നിറയെ വേണമല്ലോ. ദില്ലിയിൽ വലിയ വലിയ കോൺഫറൻസൊക്കെ ചെയ്യണം. അപ്പോൾ എത്ര ആൾക്കാർ വേണം, സേവാധാരികൾ വേണം കോൺഫറൻസൊക്കെ ചെയ്യണമെങ്കിൽ. ദില്ലിയാണ് ഫരിസ്ഥാൻ എന്നും അറിയപ്പെടുന്നത്. ഇതേ യമുനാ തീരം തന്നെയായിരുന്നു സത്യയുഗത്തിലും ഭാരതത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി. ബഹുത്തോക്കെ ഹാത്ത് ഐ ആ ക്യാപിറ്റൽ സിറ്റി രചിക്കാനായിട്ട് നിരവധി പേരുടെ സേവനം പല സ്ഥലത്തു നിന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടക്കുമ്പോൾ എല്ലാവരും നിന്ന് ആൾക്കാർ വരാറുണ്ട്. എല്ലാവരുടെയും സേവനത്തിൽ കൂടിയാണ് അങ്ങനെ ആയത്. ദേവതകളുടെ തലസ്ഥാന നഗരവും ദില്ലി തന്നെയാണ്. അതുകൊണ്ട് ആ ദില്ലിയിൽ ഇപ്പം വളരെ വലിയ കോൺഫറൻസൊക്കെ നടക്കണം. പക്ഷെ മായ അങ്ങനെയൊന്നും നടക്കാൻ സമ്മതിക്കുന്നില്ല. നിരവധി വിഘ്നങ്ങളിടാറുണ്ട്. ഒരിക്കൽ ദില്ലിയിൽ പിന്നെ രാംലീല ഗ്രൗണ്ടിൽ വലിയൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വലിയൊരു മേള. അതിന് തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഫോറിൻ ആരായിരുന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രോഗ്രാം വെക്കാനായിട്ട് ഗവൺമെൻറ്റും പ്ലാൻ ചെയ്തത്. അപ്പോൾ ദാദിയോട് ചോദിച്ചു, ദാദി എന്ത് ചെയ്യണം, കുറേ കാശ് ചിലവാക്കി കഴിഞ്ഞു, എന്തൊക്കെയോ ഒരുക്കങ്ങളൊക്കെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ദാദി പറഞ്ഞു, സാരില്ല, നിങ്ങൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് എല്ലാം ചെയ്യാൻ പറഞ്ഞു. ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ബ്രഹ്മകുമാരീസിൻ്റെ പ്രോഗ്രാമിന് വേണ്ട എല്ലാ പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പോയിട്ട് ഇന്ദിരാഗാന്ധിജി ആയിരുന്നു അപ്പോൾ പ്രൈം മിനിസ്റ്റർ. ഇന്ദിരാഗാന്ധിജിയോട് പറഞ്ഞു, അവിടെ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, സാരില്ല, നമുക്കത് ലാൽ ഫോർട്ടിൽ വെക്കാം നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി അങ്ങനെ അവിടെ ഹെൽപ്പുണ്ട്. ദാദി പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് എല്ലാ ഒരുക്കങ്ങളും ഫാസ്റ്റായിട്ട് ചെയ്തോളൂ, എല്ലാവരും യോഗവും ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മുടെ കർമ്മവും യോഗവും രണ്ടും കൂടെ ചേർന്നപ്പോൾ എന്തായി, ഗവൺമെൻറ് പോലും അവരുടെ തീരുമാനം മാറ്റി. വിഘ്നങ്ങളും നിറയെ വരാറുണ്ട്. ശരിയായിട്ടുള്ള വിഘ്നം എന്താ? ഇന്നത്തെ മുരളിയിൽ ബാബ എന്താ പറഞ്ഞത്? ബാബയുടെ സേവനത്തിന് ശരിക്കുള്ള വിഘ്നം ഏതാ? ഭിന്നഭിപ്രായങ്ങൾ. അതെ, ദാദി അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ശരിയെന്ന് പറഞ്ഞു. അല്ലാണ്ട് അതെങ്ങനെ, ഗവൺമെൻറ്റാണ്, നമുക്ക് പോയിട്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഏറ്റുമുട്ടാൻ പറ്റുമോ, നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ പാടില്ല. ഇത്രയും പൈസയൊക്കെ മുടക്കി ഇത്ര ചെയ്തതൊക്കെ
എവിടെ പോകും അല്ലേ? ബ്രാഹ്മണരുടെ പൈസ അന്നത്തെ കാലത്താണെങ്കിൽ വളരെ പൈസ കുറവായിരുന്നു. എന്നിട്ടാണ് നമ്മൾ അത്രയും അവിടെ ചിലവാക്കിയത്. അവരുടെ തീരുമാനം നമുക്ക് മാറ്റാൻ പറ്റുമോ? അപ്പോൾ ഭിന്നഭിപ്രായങ്ങളൊന്നുമില്ല. ദാദി പറഞ്ഞു ശരി, എല്ലാവരും അനുസരിച്ചു. അപ്പോൾ നോക്കി അവിടെ വിഘ്നങ്ങൾ മാറിക്കിട്ടി. കാരണം സേവനത്തിലെ ഏറ്റവും വലിയ വിഘ്നം എന്താണ്? ഭിന്നഭിപ്രായങ്ങളുടെ ഏറ്റുമുട്ടൽ. ഇപ്പം വളരെയധികം വർദ്ധിച്ചിരിക്കുക അത്. പണ്ട് അങ്ങനെയല്ല. മുതിർന്നവർ പറഞ്ഞു, താഴെയുള്ളവർ കേട്ടു, അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്വന്തം അഭിപ്രായത്തിൽ തന്നെ പിടിച്ചു നിന്നിട്ട് ഏറ്റുമുട്ടലാണ്. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ പരസ്പരം ഒരഭിപ്രായമുള്ളവരായിട്ട് വേണം സേവനം ചെയ്യാൻ. അവിടെ അങ്ങനെയാണ്, ആ ഗവൺമെൻറ് അങ്ങനെയാണ്. ഒരഭിപ്രായം ഇല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ താഴെ വീഴും, 2 പാർട്ടിയാകും. പിന്നെ പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റിനെ പോലെ അവർ പറപ്പിച്ച് കളയും. 2 അഭിപ്രായം വളരെയധികം നഷ്ടമുണ്ടാക്കി വയ്ക്കും. ശിവബാബയോട് നേരിടാൻ പോലും മല്ലിടാൻ പോലും ചില ആൾക്കാർ തയ്യാറാവുകയാണ്. അഭിപ്രായം മാറ്റില്ല, പക്ഷേ തൻ്റെ അഭിപ്രായം മാറ്റില്ല. ബാബയോട് തന്നെ നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഒത്തിരി നഷ്ടം ഉണ്ടാക്കി വയ്ക്കുകയാണ് അല്ലേ? ഭഗവാനോട് നേരിടാൻ പോയാൽ ആർക്കാ നഷ്ടം? സൂര്യനെ നോക്കി പട്ടി കുരച്ചാൽ ആർക്കാ നഷ്ടം? ഒത്തിരി നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ക്രോധമാകുന്ന ഭൂതം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുകയേ വേണ്ട. അതുകൊണ്ട് ബാബ പറയണ ഓരോ ശർക്കരയ്ക്ക് എത്ര മധുരമുണ്ടെന്ന് ശർക്കരയ്ക്കും അറിയാം, അത് പൊതിഞ്ഞ പായയ്ക്കും അറിയാം എന്നൊരു പഴമൊഴിയുണ്ട്. അതുപോലെ ഓരോ കുട്ടിയും എങ്ങനെയാണെന്നുള്ളത് ബാബയ്ക്ക് നന്നായിട്ട് അറിയാം. ബാബ ബച്ചോങ്കോ സൃഷ്ടിക്ക് ആദ്യമധ്യ അന്ത്യക്ക് ജ്ഞാൻ സുനാരഹേ. കുട്ടികൾക്ക് ബാബ ഈ സൃഷ്ടിയുടെ ആദ്യമധ്യ അന്ത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ധാരണ ചെയ്താലും ഇല്ലെങ്കിലും അല്ലേ, ബാബയ്ക്ക് നഷ്ടമൊന്നുമില്ല. നഷ്ടം അവരവർക്ക് തന്നെയാണ്. എല്ലാത്തിനും ആധാരം പുരുഷാർത്ഥമാണ് അല്ലേ? മുഴുവനും അടുത്ത കൽപ്പത്തിന് മുഴുവനും ആധാരമാകുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പുരുഷാർത്ഥമാണ്. ബാബ ആശീർവദിക്കണേ, എന്നോട് കരുണ കാണിക്കണേ, മാപ്പാക്കണേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ കരുണയുടെ വിഷയമൊന്നുമില്ല. ഇത് വിദ്യാഭ്യാസമാണ്, പഠിക്കുക വേണ്ടത്. അതുകൊണ്ട് ബാബയോട് ക്ഷമ ചോദിക്കൊന്നുമല്ല വേണ്ടത്. प्रेरणा से अगर योग और ज्ञान सिखलाता होता फिर तो बाप कहते हैं मैं इस गंदी दुनिया में आता क्यों. പ്രോത്സാഹനത്തിൽ കൂടി തന്നെ ജ്ഞാനവും യോഗവും പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ മോശംപ്പെട്ട ഈ ലോകത്തിലേക്ക് ബാബ വരേണ്ട ആവശ്യം എന്താ ഉള്ളത്? അതെ, ഭഗവാൻ പരമപവിത്രം സദാ പവിത്രമായിട്ടുള്ള ലോകത്തിലാണ്. ഈ അപവിത്രമായിട്ടുള്ള ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യമുണ്ട് ഭഗവാന്? പറ്റുമെങ്കിൽ പ്രേരണ, ആശീർവാദം, ഇതൊക്കെ ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ്. ഇവിടെ പുരുഷാർത്ഥം ചെയ്യണം. പ്രേരണയുടെ വിഷയമൊന്നുമില്ല അല്ല. ആശീർവദിക്കുകയാണെങ്കിൽ എല്ലാവരും ബാബ ആശീർവദിക്കില്ല. അപ്പം അക്രമം ചെയ്യണവരും അഴിമതി ചെയ്യണവരൊക്കെ ആശീർവദിച്ചാൽ പിന്നെ അവർ എത്ര വലിയ കാര്യങ്ങൾ ചെയ്യില്ലേ? അവർ കൂടുതൽ അക്രമം ചെയ്യില്ലേ? കുട്ടികളെ, നിങ്ങൾക്കിപ്പോൾ 3 എൻജിൻ ലഭിച്ചിരിക്കുകയാണ്. അവിടെ അച്ഛൻ വേറെയാണ്, ലൗകികത്തിൽ അച്ഛൻ വേറെയാണ്, ടീച്ചർ വേറെ ആളാണ്, ഗുരു പിന്നെ ജീവിതത്തിൽ 60 വയസ്സ് കഴിയുമ്പോഴാണ് ഗുരുവിൻ്റെ അടുത്ത് പോണത്. അപ്പോഴാണ് കിട്ടുന്നത് ഗുരുവിനെ തന്നെ. അതും വേറെ വ്യക്തിയാണ്. ഇവിടെ 3ഉം ഒരുമിച്ചാണ്. അച്ഛനും അധ്യാപകനും ഗുരുവുമായിട്ടാണ് ബാബ നമ്മുടെ 3 സേവനം ഒരുമിച്ച് ചെയ്യുകയാണ്. ബാബയുടെ മക്കളെ ഞാൻ നിങ്ങളെ പൂജനീയരാക്കുകയാണ്. പിന്നെ നിങ്ങൾ ദ്വാപരം തൊട്ട് പൂജ ചെയ്യുന്നവരായിട്ട് മാറി. ഞാൻ പൂജിക്കുന്ന ആളായിട്ടല്ല, പൂജനീയരായിട്ടാണ് ഞാൻ നിങ്ങളെ മാറ്റുന്നത്. വളരെ മറ്റുള്ളവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ യുക്തിപൂർവ്വം പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് കേട്ടവർ അങ്ങനെ ബോധം കെട്ടി വീഴത്തക്ക രീതിയിൽ കാര്യങ്ങൾ പറയാൻ പാടില്ല. ആദ്യം ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ 2 എണ്ണമാണ്. ഭഗവാൻ അച്ഛനാണ്. ആ അച്ഛൻ്റെ ജയന്തി ഭാരതത്തിലാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ അച്ഛൻ ഇവിടെ വരുന്നുണ്ട്. എന്തിനായിരിക്കും വരിക? സ്വർഗത്തിൻ്റെ ചക്രവർത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഭാരതം തന്നെയായിരുന്നു സ്വർഗമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നരകമാണ്. ഈ നരകത്തിൻ്റെ വിനാശത്തിന് വേണ്ടിയിട്ടാണ് ഈ മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. റെഡിയായിട്ട് നിൽക്കുകയാണ്. എപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും ബാബ പുതിയ ലോകമല്ലേ സ്ഥാപിക്കുക. അതിൽ അച്ഛനെന്താ ദുഃഖത്തിൻ്റെ ലോകമാണോ ഉണ്ടാക്കിത്തരിക മനുഷ്യന്? പുതിയ ലോകമല്ലേ സ്ഥാപിക്കുക. ബാബയുടെ ശ്രീമത് പ്രകാരം നമ്മൾ തന്നെയാണ് പറയുന്നത്, ഭാരതത്തെ ഞങ്ങൾ തീർച്ചയായിട്ടും ബാബ സ്വർഗമാക്കും എന്ന്. അച്ഛാ मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग.
रूहानी बाप की रूहानी बच्चों को नमस्ते। हम सब रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते। शुक्रिया बाबा, शुक्रिया। धारणा के लिए मुख्य सार. ബാബ ദുഃഖങ്ങളെല്ലാം ഹരിച്ച് സുഖം നൽകുന്നത് പോലെ, ഒന്നാമത്തെ പോയിന്റ്, ബാബ ദുഃഖങ്ങളെ ഹരിച്ച് സുഖം നൽകുന്നത് പോലെ കുട്ടികളും ബാബ് സമാൻ ആകണം. കുട്ടികളും ബാബ് സമാനാകണം. സ്വഭാവം ഏറ്റവും മധുരമാക്കണം. സ്വഭാവത്തെ ഏറ്റവും മധുരമാക്കണം. സദാ ശുഭകർമ്മങ്ങൾ ചെയ്ത് ബാബയുടെ റൈറ്റ് ഹാൻഡ് ആവണം. സദാ ശുഭകർമ്മങ്ങൾ ചെയ്ത് ബാബയുടെ വലത്തേ കരം ആകണം. രണ്ടാമത്തെ പോയിന്റ്, ഭിന്ന അഭിപ്രായങ്ങളുള്ളവരാകരുത്. ഒരാൾ പറഞ്ഞു, മറ്റേ കേട്ടു. എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ ചർച്ചയാവാം, തർക്കം പാടില്ല. ഭിന്ന അഭിപ്രായങ്ങളുള്ളവർ ആകരുത്. ഭാവ് സ്വഭാവമേ ആക്കർ ഏക് ദോ കാ സാമന നഹി കർണ ഹെ. ഭാവ സ്വഭാവത്തിൽ ഏർപ്പെട്ടിട്ട് പരസ്പരം ഏറ്റുമുട്ടരുത്. ഭാവ സ്വഭാവത്തിൽ ഏർപ്പെട്ടിട്ട് പരസ്പരം ഏറ്റുമുട്ടരുത്. ക്രോധമാകുന്ന ഭൂതത്തെ ത്യജിക്കണം. ക്രോധമാകുന്ന ഭൂതത്തെ പുറത്താക്കണം. वरदान, स्वयं की स्मृति में रह अपने हर कर्म को संयम बनाने वाले अथॉरिटी स्वरूप भव. സ്വസ്മൃതിയിലിരുന്ന് തൻ്റെ ഓരോ കർമ്മത്തെയും വിധി പ്രകാരം ചെയ്യുന്ന, തൻ്റെ ഓരോ കർമ്മത്തെയും വിധി പ്രകാരം ആക്കുന്ന അതോറിറ്റി സ്വരൂപ് ഭവ. അല്ലെ, നമ്മൾ റൈറ്റായിട്ടുള്ള കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് നല്ല അനുഭവങ്ങളുണ്ടാവും, സുഖവും ശാന്തി ഉണ്ടാവും, വിജയം ഉണ്ടാകും, ഉയർച്ച ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതോറിറ്റിയോടെ പറയാൻ പറ്റും മറ്റുള്ളവരോട്. അല്ലെങ്കിൽ ആൾക്കാരെന്താ പറയുക, വെട്ടുകൂത്തിനോട് വേദം ഉപദേശിച്ചിട്ട് കാര്യമില്ല, ഇന്നത്തെ കാലത്ത് സത്യം ജയിക്കില്ല, ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. ദൈവത്തിന് സത്യമൊക്കെ അറിയാം, പക്ഷേ കുറേ സമയമെടുക്കും ആ സത്യം വെളിച്ചത്ത് വരാൻ. അപ്പോഴേക്കും നമ്മളുണ്ടാവോ ഇല്ലയോ എന്നൊക്കെ ആൾക്കാർ പറയണേ. സോ അതോറിറ്റിയോടെ നമുക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ കഴിയണമെങ്കിൽ, സത്യം ഇതാണ്, ധർമ്മം ഇതാണ്, നേരിതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് അനുഭവം ഉണ്ടാവണം. അനുഭവം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? സ്വസ്മൃതിയിലൂടെ ഓരോ കർമ്മവും വിധി പ്രകാരം ചെയ്ത് ശക്തിശാലിയാകണം. അതിൻ്റെ വിശദീകരണം, സാകാര ബ്രഹ്മബാബ സ്വസ്മൃതിയിൽ ഇരുന്നു കൊണ്ട് കർമ്മങ്ങൾ ചെയ്തത് കാരണം, സാകാര ബ്രഹ്മബാബ സ്വസ്മൃതി അനുഭവിച്ചുകൊണ്ട് കർമ്മമനുഷ്ഠിച്ചത് കാരണം അവ ബ്രാഹ്മണരുടെ സംയമനമായി മാറി. ആ കർമ്മം എല്ലാവരുടെയും സംയമനമായിട്ട് മാറി, നിയമമായിട്ട് മാറി. അവ ബ്രാഹ്മണരുടെ സംയമനമായി മാറി. സ്വ അഭിമാനം അനുഭവിക്കുന്നത് കൊണ്ട് സ്വാഭിമാനം അനുഭവിക്കുന്നത് കാരണം അല്ലെ, ബ്രഹ്മബാബയെക്കുറിച്ച് ശിവബാബ തന്നെ പറയാറുണ്ട്, ബാബ തെറ്റ് ചെയ്താലും, ബാബ തെറ്റ് ചെയ്യില്ല എന്നറിയാം, അതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്. തെറ്റ് ചെയ്താലും നിങ്ങളതനുസരിച്ചുള്ളൂ. അത് തെറ്റാണെങ്കിൽ അതിനെ ശരിയാക്കാനുള്ള ഉത്തരവാദിത്വം
ഉത്തരവാദി ഞാനാണ്. ഞാൻ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അനുസരിക്കുന്നത്, അപ്പോൾ ഞാൻ അതിനെ ശരിയാക്കി മാറ്റിക്കൊള്ളാം. അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം വരാതെ ഞാൻ നിങ്ങളെ രക്ഷിച്ചോളാം എന്ന് ബ്രഹ്മബാബയുടെ ഉത്തരവാദിത്തത്തെ ശിവബാബ ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ബ്രഹ്മബാബയുടെ തെറ്റ് വരില്ല എന്ന് ശിവബാബയ്ക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ്. എന്തുകൊണ്ട് തെറ്റ് വരാത്തത്? സ്വ അഭിമാനിയായിട്ട് കർമ്മം ചെയ്യുന്നതുകൊണ്ട് അല്ലേ. എത്ര കാലം എഴുതി 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 പ്രാക്ടീസ് ചെയ്തിട്ടാണ് ബ്രഹ്മബാബ സ്വാഭിമാനിയായത്, ആത്മാഭിമാനിയായത്. അതുകൊണ്ട് ആത്മാഭിമാനിയായതുകൊണ്ടാണ് എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ തന്നെ ശിവബാബ അതിനെ നേരെയാക്കും എന്ന് അതോറിറ്റിയോടെ പറഞ്ഞത്. എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ തന്നെ ശിവബാബ അത് നേരെയാക്കും എന്ന അതോറിറ്റിയോടുകൂടി പറഞ്ഞത്. സ്വസ്വരൂപത്തെ സദാ സ്മരിച്ചിരുന്നത് കൊണ്ട് സ്വസ്വരൂപത്തെ സദാ സ്മരിച്ചിരുന്നത് കൊണ്ട് അല്ലെ, ആത്മാ എന്ന സ്മൃതി എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നിൽ നിന്ന് ശ്രീമത്തിന് വിരുദ്ധമായ ഒരു കർമ്മവും ഉണ്ടാവില്ല എന്ന ആത്മവിശ്വാസം ബാബയ്ക്കുണ്ടായിരുന്നു. സ്വസ്വരൂപത്തെ സദാ സ്മരിച്ചിരുന്നത് കൊണ്ട് എന്നിൽ നിന്ന് ശ്രീമത്തിന് വിരുദ്ധമായ ഒരു കർമ്മവും ഉണ്ടാവില്ല എന്ന ആത്മവിശ്വാസം ബ്രഹ്മബാബയ്ക്കുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എനിക്ക് അറിഞ്ഞൂടാ എന്ന ആശയക്കുഴപ്പമൊന്നും ബാബയ്ക്കുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ്? ബാബയ്ക്കറിയുന്നത് ഞാൻ ബോഡി കോൺഷ്യസിൽ വരുന്നേ ഇല്ല, ഞാൻ സോൾ കോൺഷ്യസ് ആണ്. അപ്പോൾ എല്ലാവരെയും ആത്മാവായിട്ട് കണ്ട് താനും ആത്മാവാണ്. അപ്പോൾ ആത്മാവിൻ്റെ ഗുണങ്ങളാണ് വിചാരം, വാക്ക്, കർമ്മത്തിലുണ്ടാവുക. ശാന്തി, ശക്തി, സ്നേഹം, ജ്ഞാനം, പവിത്രത, സന്തോഷം, ആനന്ദം തുടങ്ങിയവയാണ് ഓരോ വിചാരത്തിലും വാക്കിലും കർമ്മത്തിലും ഉണ്ടാകുക. അപ്പോൾ പിന്നെ അത് ശരിയായിട്ടുള്ള കർമ്മമാണല്ലോ, തെറ്റുണ്ടാവില്ലല്ലോ. आप बच्चे भी जब स्व की स्थिति में स्थित रहो. അതുകൊണ്ട് കുട്ടികളായ നിങ്ങളും സ്വസ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ, സ്വസ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ തന്നെ ഉറച്ചു നിന്നാൽ നിങ്ങളുടെ ഓരോ വിചാരവും വാക്കും കർമ്മവും താനെ നിയമാനുസൃതമായി ഭവിക്കും. സ്ലോഗൻ: പവിത്രതയാകുന്ന നെടുന്തൂൺ സശക്തമാണെങ്കിൽ, ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അതിൻ്റെ പില്ലേഴ്സ് സ്ട്രോങ് ആണെങ്കിൽ ചുമലെന്തെങ്കിലും വിള്ളൽ വന്നാൽ പോലും പറയും കുഴപ്പമില്ല, പില്ലറിൻ്റെ മുകളിലാണ് ബിൽഡിംഗ് നിൽക്കുന്നത്, അതുകൊണ്ട് അത് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയും. പില്ലർ സ്ട്രോങ് ആണെങ്കിൽ ബിൽഡിംഗ് സ്ട്രോങ് ആണ്. അതുകൊണ്ട് പവിത്രതയാകുന്ന നെടുന്തൂൺ പില്ലർ സ്ട്രോങ് ആക്കിയാൽ ഈ പില്ലർ ലൈറ്റ് ഹൗസിൻ്റെ സേവനം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. അല്ലേ, ബാബ ലൈറ്റ് ഹൗസ് ആകാൻ പറയുന്നില്ലേ? എന്ത് ചെയ്താൽ മതി? പവിത്രതയിൽ നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ ഓരോ വിചാരവും ലൈറ്റ് ഹൗസിൻ്റെ ജോലി ചെയ്യും. ഓരോ വാക്ക്, ഓരോ കർമ്മം, ഓരോ ചലനം, ഓരോ സെക്കൻഡ് ലൈറ്റ് ഹൗസായിട്ട് മുഴുവൻ ലോകത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള ശക്തമായ തരംഗങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കും. പവിത്രതയാകുന്ന പില്ലർ സ്ട്രോങ് ആക്കിയാൽ, സശക്തമാക്കിയാൽ ആ പില്ലർ ലൈറ്റ് ഹൗസിൻ്റെ സേവനം നിരന്തരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കും. ഈ മാസം നമ്മൾ പ്രാക്ടിക്കലാക്കേണ്ടത് അപവിത്രതയുടെ ബീജത്തെ പോലും സമാപ്തമാക്കി സമ്പൂർണ്ണ സ്വച്ഛമാകും. അപവിത്രതയുടെ ബീജം പോലും പാടില്ല. ഇന്നലത്തെ അവ്യക്ത സൂചനയിൽ പറഞ്ഞ ബീജം എന്താണെന്ന്, അല്ലെ, സ്വപ്നത്തിൽ പോലും ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞില്ല, ചെയ്തില്ല എന്ന് മാത്രമല്ല, വിചാരങ്ങളിലോ സ്വപ്നത്തിലോ പോലും ഉണ്ടാവരുത്. അതാണ് ബീജത്തെ സമാപ്തമാക്കുക. എന്നിട്ട് സമ്പൂർണ്ണ പാവനമാകണം. ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട പോയിൻ്റാണ് ബുദ്ധിയെ
ബുദ്ധിയെ അശുദ്ധ സങ്കല്പങ്ങളോ പഴയ രീതിയിലുള്ള വിചാരങ്ങളോ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അവർ സമ്പൂർണ്ണ വൈഷ്ണവരല്ല. ബ്രാഹ്മണരിൽ പോലും വൈഷ്ണവരും ശൈവരും ഉണ്ട്. ശൈവർ ഉണ്ടാക്കിയ ആഹാരം നീ വൈഷ്ണവർ കഴിക്കില്ല. വൈഷ്ണവരുടെ പൂമുഖത്ത് പോലും കയറ്റില്ല, മുറ്റത്തെ നിർത്തുള്ളൂ. അത്ര ശുദ്ധിയുള്ളവരെ ഈ വൈഷ്ണവർ. ബ്രാഹ്മണരെ ശുദ്ധി പാലിക്കുന്നവരാ, അതിലും വൈഷ്ണവർ വളരെ ശുദ്ധി പാലിക്കുന്നവരാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ബുദ്ധി അശുദ്ധ സങ്കല്പങ്ങളോ പഴയ രീതിയിലുള്ള വിചാരങ്ങളോ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അവർ സമ്പൂർണ്ണ വൈഷ്ണവരല്ല. അപവിത്രമായ കാര്യങ്ങൾ കണ്ട്, ലോകത്തിൽ നമ്മൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത്, കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ മനസ്സിനെ ഷോക്കാക്കി, അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ കുഴപ്പമില്ല, അവരെ അങ്ങനെ, എത്ര സീനിയർ അങ്ങനെ, അപ്പം ഞാനും കുറച്ചൊക്കെ എത്രയല്ലേ ഞാൻ ചെയ്തുള്ളൂ എന്നൊക്കെ ചിന്തിക്കാൻ ചേർത്ത് എന്താ? കമ്പാരിസണും കോമ്പറ്റീഷനും, അല്ലെങ്കിൽ അവരെ പോലെ നമ്മളാകുക എന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ? അപവിത്രത നമ്മളെ സ്പർശിച്ചു. അപവിത്രമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതും കണക്കാകും, കർമ്മക്കണക്കാകും. അതും കർമ്മക്കണക്കായി മാറും, അതും കർമ്മക്കണക്കാകും. അതുകൊണ്ട് ഇത്രത്തോളം ഓർത്തുകൊണ്ട് വേണം ചിന്തിക്കാനും. അത് മനസ്സിലാക്കിയിട്ട് പഴയ സംസ്കാരം അഥവാ അശുദ്ധ സങ്കല്പങ്ങൾ അശുദ്ധ സങ്കല്പങ്ങൾ ബുദ്ധിയെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ, ഇത്രത്തോളം നമ്മൾ മനസ്സിലാക്കി, എന്നിട്ട് ഇതൊക്കെ ബുദ്ധിയെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ സമ്പൂർണ്ണ വൈഷ്ണവൻ അഥവാ സമ്പൂർണ്ണ പവിത്രമാകാൻ കഴിയും? എങ്ങനെ സമ്പൂർണ്ണ വൈഷ്ണവൻ അഥവാ സമ്പൂർണ്ണ പവിത്രമാകാൻ കഴിയും? അച്ഛാ, ഓം ശാന്തി. ഇന്നത്തെ മുരളിയിൽ ബാബ എന്തിനാണ് മുഖ്യത്വം കൊടുത്തത്? എന്തിനെക്കുറിച്ചാണ് ബാബ ഇന്ന് അടിവരയിട്ട് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്? വ്യത്യാസങ്ങളിൽ വന്നിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും വലിയ വിഘ്നം സേവനത്തിന്. കുടുംബത്തിലാണെങ്കിലും അവിടെ വഴക്കോ പിണക്കോ ഉണ്ടെങ്കിൽ ആൾക്കാരെന്താ പറയുക? അവർ വലിയ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്, ബ്രഹ്മവാരിസിലൊക്കെ പോകുന്നുണ്ട്, അവരുടെ കുടുംബത്തിൽ അപ്പടിയേ വഴക്കാണ് എന്ന് പറയല്ലേ. അപ്പോൾ അത് കാണുന്നവർക്ക് എങ്ങനെ ബാബയുടെ വീട്ടിൽ വരാനും മെഡിറ്റേഷൻ പഠിക്കാനും ക്ലാസ് കേൾക്കാനൊക്കെ തോന്നും? അതുകൊണ്ട് കുടുംബത്തിലായിക്കോട്ടെ, സെൻറ്ററിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിൽ വന്നിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടാവാതിരിക്കാൻ അറ്റൻഷൻ വയ്ക്കണം. ഇന്ന് നമ്മുടെ നെടുമ്പങ്ങാട് സെൻറ്ററിൻ്റെ റിനോവേഷനാണ്. അതിനോടൊപ്പം അവിടെ വെച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രി 10 കോടി ലഹരി മുക്തിയുടെ പ്രതിജ്ഞ സ്വീകരിക്കുന്ന പ്രോജക്റ്റിൻ്റെ മഹായജ്ഞത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇന്നത് നിർവഹിക്കുന്നത്. അപ്പം രാവിലെ 10 മണിക്കാണ് പ്രോഗ്രാം. ഓം ശാന്തി. എല്ലാവരും ആ സേവനം ഫാസ്റ്റായിട്ട് എല്ലാവരുടെയും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നമുക്കിപ്പോൾ വെള്ളപ്പൊക്കമാണ്, സ്കൂളൊക്കെ അടച്ചിരിക്കുകയാണ്, സാരമില്ല, നമ്മുടെ ഇത് കഴിയുമ്പം നമുക്കിത് ചെയ്യാം. നമുക്ക് ഒക്ടോബർ വരെ നമുക്ക് സമയം സ്പെഷ്യലായിട്ട് വിശേഷിച്ച് ബനാറസി ബായ് തന്നെ നമുക്ക് സമയം നീട്ടി തന്നിട്ടുണ്ട്, ചെയ്യാം. എന്നാലും ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികളൊക്കെ ഇല്ലാണ്ടാകാനും നമ്മുടെ സഹോദരാത്മാക്കൾക്കുള്ള വിഷമങ്ങളൊക്കെ മാറിക്കിട്ടാനുമായിട്ട് നമുക്ക് യോഗദാനം ചെയ്യാം, പ്രകൃതിക്കും സഹോദരാത്മാക്കൾക്കും. ഓം ശാന്തി. ബാബയുടെ ഓർമ്മയിലിരിക്കാം. ആ
स्नेह शक्ति दाता, अव्यक्त बाप दादा सादर पधारिए। मंजुल मधुर निमंत्रण, अंतःकरण से कण कण प्रभु आपको बुलाता, सादर पधारिए, सादर पधारिए। बिछड़े हैं कल्प भर के, प्यासे मिलन के कब से, बच्चे बुला रहे हैं, मिल जाओ आज हमसे। दृष्टि से सृष्टि रच दो, मुरली से रंग भर दो, वरदानों के हे दाता, सादर पधारिए, सादर पधारिए। कोमल सी भावनाएं, निर्मल हृदय का कहना, संगम युग में बाबा संग आपके ही रहना। धरती भी नग़्मे गाती, अंबर भी गुनगुनाता, संसार सारा गाता, सादर पधारिए, सादर पधारिए। तेरे प्यार को संजोए, नैनों को है भिगोए, यादों के मोतियों को सांसों में है पिरोए। वो सद्गुणों के सागर भरने हर एक गागर, हर हिय तुम्हें बुलाता, सादर पधारिए, सादर पधारिए। आनंद के प्रदाता, हे स्नेह शक्ति दाता, अव्यक्त बाप दादा, सादर पधारिए, सादर पधारिए, सादर पधारिए।